അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. പുതിയ സുഹൃത്തുക്കളെ രൂപീകരിക്കാൻ ഈ ദിവസം ഉപയോഗിക്കും. നെറ്റ്വർക്കിംഗിലൂടെയും സാമൂഹ്യ പരിപാടികളിലൂടെയും പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നതിലൂടെയും ബന്ധങ്ങൾ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ വ്യാപാര കാർഡുകളും ഇമെയിൽ വിലാസവും ഫോൺ നമ്പരും മറ്റും കൈമാറുക. ഏരിസ് റൊമാൻസ്. അനുരാഗവുമായൊരു ഏറ്റുമുട്ടൽ ഇന്ന് ജീവിതത്തിൽ കൂടുതൽ എരിവ് നൽകും. നിങ്ങളെ സന്തോഷഭരിതമാക്കുകയും ചെയ്യും. ഒഴിവു സമയ വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ സാമീപ്യം ആസ്വദിക്കുമെന്നും കാണുന്നു. ഇത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും കൂടുതൽ ഉന്മേഷം നൽകുമെന്ന് മാത്രമല്ല, പരസ്പരം കൂടുതൽ മനസ്സിലാക്കുവാനും ഈ അവസരം നിങ്ങൾക്ക് സഹായകരമാകും. ഏരിസ് കരിയർ. വെല്ലുവിളികൾ നിറഞ്ഞ ഒരു അവസരം ഇന്ന് നിങ്ങളുടെ കഴിവിനെ പരീക്ഷിക്കും. എന്നാൽ അന്തിമ വിജയം നിങ്ങളുടേതായിരിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള നിങ്ങളുടെ ഉത്സാഹം അഭിനന്ദനീയമാണ്. നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുന്ന ഒരു പുതിയ വിദ്യ സ്വായത്തമാക്കുക. തുടങ്ങിവെച്ച പദ്ധതികളിൽ വിജയം കാണുവാനായി ശ്രദ്ധയോടെയുള്ള പ്ലാനിംഗ് ആവശ്യമാണ്. പുതിയ പദ്ധതികളൊന്നും ഏറ്റെടുക്കാതെ ഇപ്പോഴുള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങൾക്ക് ഇന്ന് നല്ലതായിരിക്കും. ഏരിസ് ഫൈനാൻസ്. സ്വകാര്യ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് ധനലാഭമുണ്ടാകും. ജോലി കൂടുതലുണ്ടാകും. അതുകൊണ്ട് അതിനെ അച്ചടക്കത്തോടെ നേരിടുക. വളരെയധികം പേർ നിങ്ങളെ കാണുവാനെത്തും. അതിലാരെയും കാണാതെ തിരിച്ചയക്കരുത്. കുറഞ്ഞ കാലയളവിൽ കൂടുതൽ ലാഭമുണ്ടാക്കുവാൻ കഴിയുന്ന ദിനമാണിന്ന്. കുറച്ചധിക സമയം ജോലി ചെയ്ത് ബാങ്ക് അക്കൗണ്ട് വർദ്ധിപ്പിക്കുക. ഏരിസ് ഹെൽത്ത്. നിങ്ങളുടെ പരിധിയിലല്ലാത്ത കാരണങ്ങളാൽ നിങ്ങൾക്ക് കുറച്ച് ഉയർന്ന മാനസിക സമ്മർദ്ദം തോന്നും. അതിനെ നിയന്ത്രിച്ചു നിർത്തുവാൻ വേണ്ടതെല്ലാം ചെയ്യുക. ഇതിനെ ഒഴിച്ചു നിർത്തിയാൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ഇന്ന് മോശമല്ല. അതിനെ അങ്ങനെ നിലനിർത്തണമെന്ന ആഗ്രഹം നിങ്ങളിലുണ്ട്. ശാന്തമായ തണുത്ത മനസ്സിനായി കുറച്ച് വ്യായാമം ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ശുദ്ധവായു ശ്വസിക്കുക. ടോറസ് ഓവർവ്യൂ. നിങ്ങൾ പൊതുവായതോ അല്ലാത്തതോ ആയ ആഘോഷത്തിൽ പങ്കെടുക്കും. ഇന്ന് ബന്ധുക്കളുടെ വീട്ടിലോ സാമൂഹ്യ പരിപാടികളിലോ പങ്കെടുത്ത് ആഘോഷിക്കാനുള്ള അവസരമാണ്. യഥാർത്ഥത്തിൽ ചെയ്തു തീർക്കുവാനുള്ള പ്രവൃത്തികൾക്കുള്ള അവസരം കൂടി ലഭിക്കും. ഇപ്പോൾ മറ്റുള്ള എന്തിനേക്കാളും പ്രാധാന്യം ഇതിനാണ്. ടോറസ് റൊമാൻസ്. ഇന്ന് നിങ്ങൾ വീട്ടിലെ ചില അംഗങ്ങൾ മറ്റ് ചില അംഗങ്ങളുടെ സ്വകാര്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് കാണാം. ഈ വാക്ക് തർക്കങ്ങളിൽ നിന്നും കഴിവതും ദൂരം പാലിക്കുവാൻ ശ്രമിക്കുക. നിങ്ങളെ അതിലേക്ക് വലിച്ചിഴയ്ക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം പെരുമാറുക. ഒരു ബന്ധുക്കളെയും ഇന്ന് വെറുപ്പിക്കാതിരിക്കുക. ടോറസ് കരിയർ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ അന്വേഷണം തുടങ്ങുക. എവിടേക്ക് എത്തിക്കുന്നു എന്നും കാണുക. ഒരു പുതിയ ജോലി നിങ്ങളിലെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കും. സ്ഥാപനത്തിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരണമെങ്കിൽ നിങ്ങൾ കഠിനാധ്വാനം തന്നെ ചെയ്യേണ്ടി വരും. എന്നാൽ ശുഭവാർത്ത എന്തെന്നാൽ നിങ്ങളുടെ ഈ കഠിനാധ്വാനം ഫലം നൽകുമെന്നതാണ്. ഓഫീസിൽ നിങ്ങൾക്ക് ഒരു പുതിയ പദ്ധതി നടപ്പാക്കുവാൻ അവസരം ലഭിക്കുന്നതോടൊപ്പം അത് നിങ്ങളുടെ സാങ്കേതിക കഴിവിനെ വെല്ലുവിളിക്കുകയും ചെയ്യും. ടോറസ് ഫൈനാൻസ്. നിങ്ങൾ ഇന്ന് പണം ചിലവാക്കുന്നത് ആവശ്യങ്ങൾക്കാണ്. അത് എത്ര വലിയ ആവശ്യങ്ങളായിരുന്നാലും നിങ്ങൾ ഇന്ന് ചിലവാക്കും. പണം ചിലവാക്കുന്നതുകൊണ്ട് ഇന്ന് ഒരു കുഴപ്പവുമില്ല. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ എന്തെങ്കിലും നേടുവാനോ പണം ചിലവാക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഒന്നോർക്കുക, നിങ്ങളുടെ സാമ്പത്തിക രംഗം എത്ര ഭദ്രമാകട്ടെ, ഒരു അധിക ചിലവ് ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭംഗം വരുത്തിയേക്കാം. ടോറസ് ഹെൽത്ത്. അടുത്തയിടെയായി നിങ്ങൾ TV അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റൂമിൽ അധിക സമയം ചിലവഴിക്കുന്നതിനാൽ ഇന്ന് നിങ്ങളുടെ കണ്ണുകൾക്ക് വിശ്രമം ആവശ്യമായി വന്നിരിക്കുന്നു. കണ്ണിന് വ്യതയുടെ സൂചനയുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണിന് ആയാസം കുറയ്ക്കേണ്ട ദിനമാണ്. ഇടയ്ക്കിടെ സ്ക്രീനിൽ നിന്നും കണ്ണെടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മാറ്റി മറ്റൊന്ന് ചെയ്ത് കണ്ണിന് വിശ്രമം നൽകുക. കണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ഇൻഫെക്ഷൻ ഉണ്ടാകുകയോ ആണെങ്കിൽ അത് ഒരു കണ്ണ് ഡോക്ടറെ സമീപിക്കുക. ജെമിനി ഓവർവ്യൂ. സ്നേഹിതയുമായി സന്തോഷിക്കാനും ആനന്ദിക്കാനുമുള്ള ദിവസമാണിന്ന്. ഇന്ന് നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്ന ദിവസമാണ്. അതിനാൽ ചിലർ നിങ്ങളുടെ ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും പകരും. നിങ്ങളുടെ സ്നേഹിതയുമൊത്ത് വിജയങ്ങൾ ആഘോഷിക്കും. യഥാർത്ഥത്തിൽ നിങ്ങൾ വളരെ വിശാലമായാണ് ചിന്തിക്കുന്നത്. എല്ലാം നന്മയ്ക്കായി തീരും. ജെമിനി റൊമാൻസ്. അനുരാഗത്തിന്റെ കാര്യത്തിൽ ഇന്ന് വൈഷമ്യങ്ങളെല്ലാം നീങ്ങുമെന്നും കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ചിരുന്ന ദിശയിലേക്ക് നീങ്ങുമെന്നും കാണുന്നു. നിങ്ങൾ ദീർഘകാലമായി പ്രകീർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായുമായുള്ള ബന്ധം കൂടുതൽ സുദൃഢമാക്കുവാൻ കഴിഞ്ഞേക്കും. കുടുംബക്കാരും നിങ്ങൾ പറയുന്നത് അംഗീകരിക്കും. ഈ വിശിഷ്ട വ്യക്തി അവര് നിങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നുവെന്ന് കാണിക്കും. ഈ നല്ല കാലം ആസ്വദിക്കുക. പടുത്തുയർത്തിയ ഈ സൗഹൃദത്തിന്റെയും വിശ്വാസത്തിന്റെയും ഗുണവും ആസ്വദിക്കുക. ജെമിനി കരിയർ. നിങ്ങളുടെ ജോലിയുടെ ഗതി തുടർന്നു പോകാൻ നിങ്ങൾ ഇന്ന് അതിനു തക്ക വേഗത്തിൽ പ്രവർത്തിക്കണം.
നിങ്ങളുടെ വ്യവസായ മേഖല മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ തൊഴിൽ മേഖലയും അതിനാൽ അത് നിലനിർത്തുന്നതിന് നിങ്ങളുടെ പരമാവധി ചെയ്യുക. അതിനാൽ നിങ്ങൾ പരവശനാകാതിരിക്കുക. നിങ്ങളുടെ മേഖലയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് വേണ്ടത് ചെയ്യാൻ നിങ്ങൾ കൂടുതലായി ഏതാനും മണിക്കൂറുകൾ കൂടി പ്രവർത്തിക്കേണ്ടി വന്നേക്കാം. ഈ കാര്യത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്ന സമയത്തിന് വേണ്ട പ്രതിഫലം നിങ്ങൾക്ക് പിന്നീട് ലഭിക്കും. Gemini, Finance. വ്യാപാരത്തിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നല്ല ദിനമാകും. ഈ വകുപ്പിൽ ലാഭങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അറുതിയും. പുതിയ ആശയങ്ങളോടും ബന്ധങ്ങളോടും തുറന്ന മനസ്സുണ്ടായിരിക്കുക. കാരണം അവയിൽ ചിലത് നിങ്ങൾക്ക് ഔദ്യോഗിക പുരോഗതി ഉണ്ടാക്കും. Gemini, Health. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണിത്. കാരണം അവ മൂലമുള്ള അപകടങ്ങളും പരിക്കുകളും സൂചിപ്പിക്കുന്നുണ്ട്. ഇലക്ട്രിക് യന്ത്രോപകരണങ്ങളും മറ്റും കൈകാര്യം ചെയ്യുന്നതിന് അനുയോജ്യമായ ദിനമല്ല. കാരണം ഇന്ന് നിങ്ങൾക്ക് അപകടങ്ങൾക്കും ഇലക്ട്രിക് ഷോക്കുകൾക്കും കാരണമാകാൻ സാധ്യതയുണ്ട് തന്നെ. കൂടാതെ ഇതിനാൽ നിങ്ങളുടെ വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കേടുവരുവാനും സാധ്യത കാണുന്നു. കൂടാതെ തീയിൽ നിന്നും കരുതലോടെ അകന്നു നിൽക്കുന്നതും നന്നായിരിക്കും. ചെറിയ തീപ്പൊള്ളലുകൾക്കും ഇന്നത്തെ ദിനത്തിൽ സാധ്യത ഉള്ളതുകൊണ്ടാണിത്. Cancer, Overview. വാക്കുകളും സ്ഥിരോത്സാഹവുമായുള്ള നിങ്ങളുടെ പോക്ക് ഇന്ന് നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും തരണം ചെയ്യാൻ സഹായിക്കും. നയതന്ത്രപരമായ സംസാരവും ചുറുചുറുക്കും വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങളെ സ്വസ്ഥമാക്കും. അവസാനം നിങ്ങൾ ആഗ്രഹിച്ചത് നേടാൻ സാധിക്കും. Cancer, Romance. ഹൃദയവിശാലതയുള്ള ഒരു വ്യക്തിയുടെ കൂട്ടുകെട്ട് ഇന്ന് നിങ്ങൾ ആസ്വദിക്കും. അദ്ദേഹത്തിന്റെ ഹൃദയവിശാലത നിങ്ങളെ ആകർഷിക്കുകയും ചെയ്യും. അടുത്ത സുഹൃത്ത് ബന്ധം വളർത്തുന്നത് അനുരാഗത്തിലേക്ക് വളരും. ഇരുവരുടെയും കൂട്ടുകെട്ട് വളരെയധികം സന്തോഷം കൊണ്ടുവരുമെന്ന് ഉറപ്പു തരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരിയായ വികാരങ്ങൾ നിങ്ങൾ പങ്കുവെക്കുക. മൊത്തത്തിൽ ഇത് ഒരു മഹത്തായ യാത്രയുടെ തുടക്കമായിരിക്കും. Cancer, Career. വ്യാപാര രംഗത്തുള്ളവർക്ക് ഇന്ന് വളരെ നല്ല ദിവസമാണ്. കാരണം അവരിന്ന് എതിരാളികളെക്കാൾ വളരെ മുന്നിലായിരിക്കുന്നുവെന്നത് തന്നെ. ഇന്ന് ചില സാമ്പത്തിക ലാഭങ്ങൾ നിങ്ങൾക്കുണ്ടാകുമെന്ന് കാണുന്നുണ്ടെങ്കിലും ആ ഗുണം അനുഭവിക്കും മുമ്പേ അത് നഷ്ടപ്പെടുവാനാണ് കൂടുതൽ സാധ്യത. പാർട്ട് ടൈം ജോലി ചെയ്യുന്നവർക്കിന്ന് തിരക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഈ ജോലി ഒരു മുഴുവൻ സമയ ജോലിക്കായി മാറ്റുന്നതിനെക്കുറിച്ചും ആലോചിക്കും. Cancer, Finance. ഈയിടെയായി സ്റ്റോക്ക് മാർക്കറ്റ് ആണ് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു രംഗമെങ്കിൽ ഇന്ന് അതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ മാത്രം മതി. നിക്ഷേപങ്ങൾ വേണ്ട. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന നിക്ഷേപങ്ങളെല്ലാം ദീർഘകാലത്തേക്കുള്ളതായിരിക്കണം. ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് ചെയ്യുന്ന നിക്ഷേപങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ചെയ്യുന്ന ഹ്രസ്വകാല നിക്ഷേപങ്ങൾ കുറഞ്ഞ പ്രതിഫലമേ നൽകുകയുള്ളൂ. ഷെയർ മാർക്കറ്റിലേക്ക് കുതിക്കുവാനായി മറ്റൊരു ദിവസം വരെ കാത്തിരിക്കുക. Cancer, Health. സാധാരണമായ നിത്യപ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ ചില ചെറിയ പരിക്കുകൾ വരാതെ കരുതലെടുക്കുക. ചെറിയതെങ്കിലും വിഷമിപ്പിക്കാവുന്ന പരിക്കുകൾക്ക് ഇന്ന് സൂചനയുണ്ട്. നടക്കുമ്പോൾ കാലുകൾ വെക്കുന്നത് എവിടെയെന്ന് ശ്രദ്ധിക്കുക. സമനിരപ്പില്ലാത്ത പ്രതലത്തിലൂടെ നല്ല ഷൂസുകളല്ല ധരിച്ചിരിക്കുന്നതെങ്കിൽ നടക്കുന്നത് ഒഴിവാക്കുവാൻ ശ്രമിക്കുക. കോണിപ്പടികൾ കയറുമ്പോൾ വീഴ്ചയ്ക്കുള്ള സാധ്യത കാണുന്നതിനാൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ വിഷമതകളും പരിക്കുകളും ഇന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. Leo, Overview. നിയമപ്രശ്നങ്ങളെല്ലാം തുടച്ചു നീക്കുക. അടിപിടിയിലോ പ്രശ്നത്തിലോ ഉൾപ്പെട്ടതിന്റെ അടയാളം ഉണ്ടാവും. പ്രയാസകരമായ കാര്യങ്ങൾ വളരെ തന്ത്രപരമായി സാധൂകരിക്കാൻ സാധിക്കുമെന്ന് കരുതിയേക്കാം. Leo, Romance. ഇന്ന് അനുരാഗം ഏറ്റവും ഉത്തമത്തിലല്ല. അതൊന്നുകൂടി നന്നാക്കുവാൻ നിങ്ങൾ പ്രയത്നിക്കേണ്ടി വരും. ഇന്ന് നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും കുറച്ച് സമയമെടുത്ത് പരസ്പരം വികാരങ്ങൾ പങ്കുവെക്കും. അവ കുറച്ചു കാലമായി ദൈനംദിന പ്രവർത്തികളുടെ ആദ്യകാലത്തിൽ മൂടപ്പെട്ട് കിടക്കുകയായിരുന്നുവല്ലോ. പരസ്പരം ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുകൊണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ പുതുജീവൻ വെക്കുന്നത് നിങ്ങൾക്ക് കാണാം. Leo, Career. ജോലി മാറണമെന്നുദ്ദേശിക്കുന്നവർക്കിന്ന് ഭാഗ്യദിനമാണ്. ഈ ഒരു ചിന്ത കുറച്ചു കാലമായി നിങ്ങളുടെ മനസ്സിലുമുണ്ട്. ഇന്നു വരുന്ന ഈ അവസരം കളഞ്ഞു കുളിക്കുവാൻ നിങ്ങൾ തയ്യാറുമല്ല. അതുകൊണ്ട് തന്നെ മുന്നോട്ടു പോയി ഈ മാറ്റം സ്വീകരിക്കുക. ഇന്ന് നടത്തുന്ന ഈ ജോലി മാറ്റം തികച്ചും വിജയമായിരിക്കും. Leo, Finance. ഗഹനമായ സാമ്പത്തിക പ്ലാനിംഗ് ഇന്ന് നിങ്ങൾക്ക് നല്ല സേവനം നൽകുമെന്ന് കാണുന്നു. സാമ്പത്തികമായി നിങ്ങൾ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ബജറ്റ് അടുക്കി ശരിയാക്കി വെക്കുന്നതും സാമ്പത്തിക കാര്യങ്ങൾ അടയാളപ്പെടുത്തി വെക്കുന്നതും പണം കൂടുതൽ മെച്ചത്തിൽ കൈകാര്യം ചെയ്യുവാൻ സാധ്യമാക്കും. ബജറ്റിംഗ് നിങ്ങളുടെ ബാങ്ക് നിക്ഷേപം വർദ്ധിപ്പിക്കുവാനും സാധിപ്പിക്കും.
കുറച്ചധിക പ്രയത്നവും ശ്രദ്ധിച്ചുള്ള പ്ലാനിങ്ങും കൊണ്ട് ഈ തവണ നിങ്ങൾക്കത് ചെയ്യുവാനാകും. Leo, health. ഇന്ന് തികഞ്ഞ അച്ചടക്കമില്ലായ്മ കൊണ്ട് ഒരു ചെറിയ അപകടത്തിന് സാധ്യത കാണുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ഇരിക്കുക. വഴിയിൽ അച്ചടക്കമില്ലാതെയും ലക്ഷ്യമില്ലാതെയും പ്രവർത്തിക്കുന്നതിനാൽ അപകടമുണ്ടാകുവാനും അതുമൂലം പരിക്ക് പറ്റുവാനും സാധ്യത കാണുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ അതീവ ശ്രദ്ധാലുവായിരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഈ ലക്കുകെട്ട അല്ലെങ്കിൽ കൂസലില്ലാത്ത പ്രവൃത്തി മൂലം നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഗുരുതരമായ ഒരപകടത്തിൽപ്പെടുവാനും അതുമൂലം വാഹനത്തിന് സാരമായ കേടുപാടുകൾ സംഭവിക്കുവാനും നിങ്ങൾക്ക് പരിക്ക് പറ്റുവാനും സാധ്യത കാണുന്നു. ഇന്ന് കുറച്ചുകൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. Virgo, overview. ഇന്നത്തെ ദിവസം കളിതമാശകൾക്കും സന്തോഷിക്കുവാനുമുള്ളതാണ്. അത് പ്രയോജനപ്പെടുത്തുക. നിത്യേനയുള്ള ദിനചര്യയിൽ നിന്നും ഒരു വ്യത്യാസം ആവശ്യമാണ്. എല്ലാത്തിനും സന്തോഷത്തോടെ മുന്നോട്ടു പോവുക. അതിൽ എന്തെങ്കിലും നിങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും മാറ്റി സന്തോഷത്തിനായുള്ള വക കണ്ടെത്തുക. Virgo, romance. നിങ്ങളുടെ ദയയും ലോലതയും ഇതിന്റെ ഉത്തുംഗത്തിലായിരിക്കും. നിങ്ങളുടെ പങ്കാളി അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യും. നിങ്ങൾ എത്ര കണ്ട് വശീകരണത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഇരിക്കുമോ അത്രയും നിങ്ങളുടെ പങ്കാളി ശാരീരികമായും വൈകാരികമായും പ്രതികരിക്കുന്നുവെന്നും നിങ്ങൾ ഇന്ന് മനസ്സിലാക്കും. ഇന്ന് നല്ലൊരു വാർത്താവിനിമയകാരനും നല്ലൊരു കേൾവിക്കാരനുമാകുക. നിങ്ങളുടെ ബന്ധം പുതിയ തലങ്ങളിലേക്ക് എത്തുന്നത് കാണുക. Virgo, career. നിങ്ങളെ തേടിയെത്തുന്ന ഒരു പുതിയ ജോലി സാധ്യത പരിഗണിക്കണമെന്നുണ്ടെന്ന് നിങ്ങൾക്ക്. ഇതിനെക്കുറിച്ച് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക. ചിലപ്പോഴൊക്കെ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള പാത നേരെയല്ലെന്ന ഒരു ചിന്താഗതി നമുക്കുണ്ടാകും. എന്നാൽ അതിനർത്ഥം നമ്മൾ കൂടുതൽ കഴിവുകൾ ആർജിക്കുന്നില്ലെന്നല്ല. നിങ്ങൾ ആർജിക്കുന്ന പുതിയ കഴിവുകൾ നിങ്ങൾക്ക് ഉപകാരത്തിനായി ഉപയോഗിക്കുക. Virgo, finance. സാമ്പത്തിക രംഗത്തെ ഇപ്പോഴത്തെ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നും പുറത്തു കടക്കുവാനായി നിങ്ങൾ നിങ്ങളുടെ സമയത്തിന്റെ നല്ലൊരു ഭാഗം പ്ലാനിങ്ങിനും തീരുമാനങ്ങൾ എടുക്കുവാനുമായി ചിലവഴിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ ഔദ്യോഗിക വൈദഗ്ധ്യവും മനസ്സുറപ്പും വഴി ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾ പുറത്തു കടക്കും. ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളും നല്ലതായിരിക്കണമെന്നില്ല. ഇടയ്ക്കൊക്കെ ചില ബുദ്ധിമുട്ടുകളും വന്നുചേരും. മനസ്ഥൈര്യം കൈവിടാതെ ഇവയെ നേരിടുക. നിങ്ങൾക്കാവുന്ന വിധത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുക. Virgo, health. ഇന്ന് മദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. ഇന്ന് മാനസിക സമ്മർദ്ദം ഒരുപക്ഷെ വളരെയധികമായിരിക്കും. എന്നിരുന്നാലും മദ്യത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും അരുത്. കഴിവതും ഇന്ന് കൂട്ടുകെട്ടുകളിൽപ്പെട്ട് അനാവശ്യങ്ങൾ ചെയ്യാതെ വീട്ടിലിരിക്കുവാൻ ശ്രമിക്കുക. Libra, overview. പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയ്ക്കായി ഇന്ന് തയ്യാറെടുക്കാം. നല്ല യാത്രയാവും, ആസ്വദിക്കുക. വ്യക്തിപരമോ തൊഴിൽപരമോ ആവട്ടെ, യാത്രയെ ആസ്വാദ്യമാക്കൂ. ഓർമ്മകൾ സുഖമുള്ളത് തന്നെ ആയിരിക്കും. Libra, romance. ഇന്ന് നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെ കാണാതിരിക്കുവാനാകില്ല. അനുരാഗത്തിൽ ഉത്തമമായ ഒരു ദിനമാണ്. അവർ നിങ്ങളെ തന്നെ നോക്കിയിരിക്കുകയാണ്. നിങ്ങളും അവരുടെ ഈ നോട്ടം ആസ്വദിക്കുന്നു. അതിൽ മുങ്ങി ലയിക്കുമ്പോൾ ഈ സ്നേഹം തിരിച്ചും നൽകുവാൻ മറക്കരുത്. അവർ നിങ്ങളെ എത്ര സ്നേഹിക്കുന്നുവെന്ന്, നിങ്ങളുടെ കാര്യങ്ങളിൽ എത്ര കരുതലുണ്ടെന്നുള്ളതുപോലെ നിങ്ങളുടെ സ്നേഹം ലഭിക്കുവാൻ അവർക്കും ആഗ്രഹമുണ്ട്. Libra, career. ഔദ്യോഗിക രംഗത്തെ ഒരു മാറ്റത്തിനായി ഇന്ന് നിങ്ങളുടെ മനം വെമ്പും. അതുകൊണ്ട് തന്നെ ജോലി മാറുവാനും നിങ്ങൾ ശ്രമിക്കും. ഇത് സത്യത്തിൽ ഒരു നല്ല ചിന്തയായിരിക്കുകയില്ല. കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥാപനത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ അടുത്തു തന്നെ ലഭിക്കും. Libra, finance. ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെയും പരീക്ഷിക്കാത്ത പുതിയ നിക്ഷേപങ്ങളിലാണ് താല്പര്യം. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ ചില അധിക പണമുണ്ട്. നിങ്ങളത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുവാൻ താല്പര്യപ്പെടുന്നു. എന്നാൽ നിങ്ങൾ ഇതുവരേക്കും ഷെയറുകളിൽ നിക്ഷേപിച്ചിട്ടില്ല. ഈ ധനം വളരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നഷ്ടപ്പെട്ടാലും സാരമില്ല എന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുത്ത ചില ഷെയറുകളിൽ നിക്ഷേപിക്കുക. നിങ്ങളത് ചെയ്തതിൽ പിന്നീടൊരിക്കൽ നിങ്ങൾ സന്തോഷിക്കും. Libra, health. കമ്പ്യൂട്ടർ മുറിയിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നതിന്റെ ദൂഷ്യഫലങ്ങൾ ഇന്ന് മനസ്സിലാക്കുക. കണ്ണിനും കഴുത്തിനും ബുദ്ധിമുട്ടുകൾ കാണുവാൻ സാധ്യത കാണുന്നതിനാൽ ഇടയ്ക്കിടെ വിശ്രമിക്കുക. ഇതുകൂടാതെ കണം കൈക്കും വിരലുകൾക്കും വേണ്ട വ്യായാമം നൽകുക. കമ്പ്യൂട്ടറിന്റെ ഉപയോഗത്താലുള്ള ഒരേ രീതിയിലുള്ള ചലനങ്ങളാൽ ഇവയ്ക്ക് ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കണ്ണിന് കൂടുതൽ ആയാസപ്പെടുത്താതിരിക്കുവാൻ ശ്രമിക്കുക. Scorpio, overview. വീട്ടിൽ സമാധാനമുണ്ടാകണം. നിങ്ങൾ ചീത്ത പ്രവൃത്തിക്ക് തുടക്കമിടുകയാണെങ്കിൽ പോലും ചില സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനിരിക്കുന്നത് നല്ലത്. അവസാനം നിങ്ങളുടെ മനോനില കൈവിടരുത്. നിങ്ങൾ ധിക്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ദേഷ്യം തോന്നും. എന്ത് പ്രശ്നമുണ്ടായാലും അത് നിങ്ങളെ ചിന്താകുലനാക്കും. Scorpio, romance. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ
നിങ്ങളുടെ മനസ്സിലുള്ള സങ്കല്പ പങ്കാളിക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുവെങ്കിൽ അതിൽ ചില പരിവർത്തനങ്ങൾ ഇന്ന് തന്നെ നടത്തേണ്ടി വരും. ഇതുവരെയുമുള്ള നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളെല്ലാം തെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ ഹൃദയം തകർക്കുകയും ചെയ്തു. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു വ്യക്തിയെ തിരയുക, അല്ലാതെ ഒരു കൊടുങ്കാറ്റ് പോലെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിങ്ങൾക്ക് തലകറക്കം സമ്മാനിച്ച് പുറത്തു പോകുന്ന വ്യക്തിയെയല്ല. ദീർഘകാല ബന്ധമെന്ന ലക്ഷ്യം മാർഗദർശനമാക്കുക. സ്കോർപിയോ, കരിയർ. നിങ്ങളുടെ ജോലിയെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കുവാനുള്ള സമയമായിരിക്കുന്നു. നിങ്ങൾ കാര്യങ്ങൾ കൂടുതൽ ഉറപ്പിച്ച് പറയേണ്ടിയിരിക്കുന്നു. എല്ലാ വശങ്ങളെയും കുറിച്ച് ചിന്തിക്കാതെ ജോലി മാറുന്നത് ഒന്നിനും ഒരു പരിഹാരമായിരിക്കേയില്ല. നല്ല അവസരങ്ങൾ ഒരുപാട് നിങ്ങളെ തേടിയെത്തും. എന്നാൽ നല്ല രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുവാനായാൽ മാത്രമേ അവ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയുള്ളൂ. അവസരങ്ങൾ നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. ഒരിക്കൽ നഷ്ടപ്പെട്ട ഒരവസരം പിന്നീടൊരിക്കലും തിരിച്ചു വരില്ലെന്ന് ഓർത്തിരിക്കുക. സ്കോർപിയോ, ഫൈനാൻസ്. ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിലുള്ളവർക്ക് ഇന്ന് സാമ്പത്തിക അവസരങ്ങൾ ലഭിക്കും. നിങ്ങൾക്ക് ഔദ്യോഗിക രംഗത്ത് അനേകം അവസരങ്ങളും സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാം. നിരന്തരമായി പ്രവൃത്തി ചെയ്യുകയും നല്ല ഭാഗ്യവും നല്ല ഫലങ്ങൾക്കായി ആവശ്യമാണ്. സ്വന്തം കാലിൽ നിൽക്കുകയാണ് സാമ്പത്തിക വിജയത്തിന്റെ അടിസ്ഥാനം. മറ്റുള്ളവരെ ആശ്രയിക്കാതെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എങ്ങനെ നേടാമെന്ന് പുതുമയാർന്ന ആശയങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ കഠിനാധ്വാനം ഫലം നൽകും. സ്കോർപിയോ, ഹെൽത്ത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾക്ക് ഇന്ന് എന്തെങ്കിലും അസുഖങ്ങളുടെ ബുദ്ധിമുട്ടലുകൾ ഉണ്ടാകാം. അവരോടൊത്ത് നിൽക്കുക. അവർക്ക് എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും ചെയ്തു കൊടുക്കുക. അതിൽ കൂടുതലായി വൈകാരികമായും അവർക്ക് കൂടെയുണ്ടാകുക. അവരെങ്ങനെ പറയില്ലായിരിക്കാം. സജിറ്റേറിയസ്, ഓവർവ്യൂ. സന്തോഷത്തോടും സമാധാനത്തോടും കൂടി താങ്കൾ ഇന്ന് ജീവിക്കുന്നു. താങ്കളുടെ സമയം സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമിടയിൽ ചിലവിടുക. കാരണം ഇവ രണ്ടും താങ്കളെ സന്തോഷവാനാക്കുന്നു. ഈ ദിനങ്ങളിൽ ബന്ധങ്ങൾ സുഗമമായി പോവുകയും താങ്കളുടെ ഒരുപാട് നാൾ മുമ്പ് ഏൽപ്പിച്ച ചുമതല അദ്ദേഹത്തെ കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. സജിറ്റേറിയസ്, റൊമാൻസ്. അകലങ്ങളിൽ താമസിക്കുന്നവരുമായി ബന്ധത്തിലായിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ചില ആശ്ചര്യങ്ങൾ ലഭിച്ചേക്കാം. നിങ്ങളിൽ ഒരാൾ മറ്റേയാളെ കാണുവാനായി വളരെ കാലമായി ആശിച്ചിരുന്ന ആ കണ്ടുമുട്ടലിനായി ഇന്ന് യാത്ര തിരിക്കുന്നു. ഇന്ന് ഒന്നിച്ചുള്ള ആ സമയമത്രയും ആസ്വദിക്കുക. നിങ്ങളുടെ പങ്കാളിയോട് മനസ്സിലുള്ളതെല്ലാം പറയുവാൻ മറക്കരുത്. സജിറ്റേറിയസ്, കരിയർ. നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ നന്നായി പോകുമ്പോൾ സ്വയം അഭിനന്ദിക്കേണ്ട സമയമാണിത്. എന്നതിനൊപ്പം എന്തൊക്കെ നിങ്ങൾക്കായി സ്വയം ചെയ്യാൻ തയ്യാറായോ അതൊക്കെ പൂർത്തിയാക്കുക. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിയും. എങ്കിലും നേട്ടങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാക്കുമെന്ന് നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കണം. വളർച്ചയ്ക്ക് നിങ്ങൾക്ക് സാഹചര്യങ്ങൾ ലഭിക്കുമെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഇവയിൽ കൂടുതലും സ്വയം പുരോഗതിക്കും ഉദ്യോഗ കയറ്റത്തിനും ഉപയോഗിക്കുക. സജിറ്റേറിയസ്, ഫൈനാൻസ്. ഈ സമയത്ത് ചെയ്യുന്ന സാമ്പത്തിക നിക്ഷേപങ്ങൾ ഫലം തരും. എന്നാൽ ഇതിനർത്ഥം എടുത്തു ചാടുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ അവസരങ്ങളെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്യരുത് എന്നല്ല. ഹ്രസ്വകാല ലാഭത്തിന് ഇറങ്ങിപ്പെടുന്നതിന് മുമ്പേ നിങ്ങൾ നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക. ഇപ്പോൾ നല്ലൊരു അടിത്തറ ഇടേണ്ടത് ആവശ്യമാണ്. സജിറ്റേറിയസ്, ഹെൽത്ത്. ദുസ്വപ്നങ്ങൾ നിങ്ങളെ അലട്ടും. രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പേ ചില ശുഭചിന്തകൾ മനസ്സിൽ കരുതുക. അങ്ങനെ ഇങ്ങനെയുള്ള ദുസ്വപ്നങ്ങൾ കാണുന്നത് ഒഴിവാക്കുക. കണ്ട സ്വപ്നങ്ങൾ മറക്ക്. അവ സ്വപ്നങ്ങളല്ലേ. ഈ പുതിയ ദിനം മുഖത്തൊരു പുഞ്ചിരിയോടെ തുടങ്ങൂ. കാപ്രിക്കോൺ, ഓവർവ്യൂ. നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കണം. അവരോടുകൂടെ സമയം ചിലവഴിക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പോലും പഴയ സുഹൃത്തുക്കളെ ബന്ധപ്പെടേണ്ടത് ആവശ്യമാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചു കാലമായി കാണാതിരുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി സമയം ചിലവഴിക്കണം. അവർ എത്രത്തോളം നിങ്ങളെ സംബന്ധിച്ച പ്രാധാന്യമുള്ളവരാണെന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നവർ പോലും തന്നെ ശ്രദ്ധിച്ചതിലുള്ള സന്തോഷം ദിവസാന്ത്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകും. കാപ്രിക്കോൺ, റൊമാൻസ്. ഒരു പങ്കാളിയോടുള്ള നിങ്ങളുടെ വികാരം വളരെ വർദ്ധിക്കുന്നുവെന്ന് ഇന്ന് കാണാം. കാലുകൾ നിലത്തുതന്നെ ഉറപ്പിച്ചു വെക്കുക. ഒഴുകിപ്പോകരുത്. എന്നിരുന്നാലും ഈ വ്യക്തി നിങ്ങൾക്ക് നന്മയാകാമെന്നതിനാൽ വൈകാരിക അടുപ്പങ്ങൾ തുടരുക. മതിലുകൾ അടിച്ചു പൊളിക്കരുത്. ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധത്തിന് നല്ലത് വരുത്തിയേക്കാം. എന്നിരുന്നാലും ബന്ധത്തിന്റെ വളർച്ചയ്ക്ക് വേഗത കൂട്ടുന്നത് കുറച്ച് കരുതലോടെ മതി. കാപ്രിക്കോൺ, കരിയർ. വിദ്യാർത്ഥികൾ ഇന്ന് നല്ല വിജയം കൈവരിക്കും. അതുകൊണ്ട് തന്നെ വിവിധ പരീക്ഷകൾ എഴുതുവാൻ പോകുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല. ഭാഗ്യം ഇന്ന് നിങ്ങളുടേതാണ്. ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് എഴുതുവാനുള്ള പരീക്ഷ ഇന്ന് എഴുതുക. കാപ്രിക്കോൺ, ഫൈനാൻസ്.
നിങ്ങളുടെ ഒരു കുടുംബാംഗം നിങ്ങളിൽ നിന്നും കടമെടുക്കുന്നതിനാൽ നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് കോട്ടം തട്ടും. ഇപ്പോഴത്തെ സൂചനകൾ അനുസരിച്ച് നിങ്ങൾ കടം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് കിട്ടാക്കടമാകുവാനും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ അത് ബാധിക്കുവാനും സാധ്യതകൾ കാണുന്നു. ഈ കാര്യത്തിൽ അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കി ബുദ്ധിപൂർവം അതിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. Capricorn, health. യൗവന മനോഭാവം നിലനിർത്തുവാനും നല്ല ആരോഗ്യം നിലനിർത്തുവാനും ഇന്ന് സംഘടിതമായ കളികളിൽ ഏർപ്പെടുക. നല്ല വ്യായാമം നിങ്ങൾക്ക് ആസ്വദിക്കുമെന്ന് മാത്രമല്ല, കൂട്ടുകൂടിയുള്ള കളിയുടെ ഉല്ലാസവും നിങ്ങൾ ആസ്വദിക്കും. ഒറ്റയ്ക്ക് കളിക്കുന്ന കളിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പോലും സമാന മനസ്കരുമായുള്ള നിങ്ങളുടെ ഇടപെടൽ നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. Aquarius, overview. അടുത്ത ബന്ധുക്കളുമായി യാത്ര പോകാൻ ഇന്നാണ് ഏറ്റവും നല്ല ദിവസം. നിങ്ങളെ ബന്ധം വഴി സ്വാധീനിക്കാവുന്ന കുടുംബങ്ങൾക്ക് ചേർന്ന നല്ല ദിവസമാണിത്. ഇതുപോലെ സ്നേഹം പങ്കുവയ്ക്കാൻ ഉതകുന്ന ദിവസങ്ങൾ ഭാവിയിൽ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഈ നിമിഷങ്ങൾ ആസ്വദിക്കുക. Aquarius, romance. ഇന്ന് നിങ്ങൾ വിഷയലംബടനാകുവാനും അതുമൂലം ചുറ്റുമുള്ളവരെ ആകർഷിക്കുവാനും സാധ്യത കാണുന്നു. എന്നിരുന്നാലും സൂക്ഷിക്കുക. ഇന്ന് നിങ്ങളെയും അതുപോലെ ആരുടെയെങ്കിലും വിഷയലംബടത്വം ആകർഷിക്കാം. അത് നിങ്ങൾ ഓഫീസിലായിരിക്കുമ്പോഴാകാം. തുടക്കത്തിൽ അതൊരു തമാശയായി തോന്നാം. 1-2 ദിവസത്തിൽ നിങ്ങൾക്കത് വേണ്ടായിരുന്നു എന്ന് തോന്നലും ഉണ്ടാകും. Aquarius, career. മറ്റുള്ളവരുമായി ഒത്തുചേർന്ന് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഇന്നത്തെ വിജയം. ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിലേക്കാളേറെ കൂട്ടുകൂടി ചെയ്യുന്ന പ്രവർത്തികളിലായിരിക്കും ഇന്ന് നിങ്ങൾക്ക് വിജയം. മറ്റുള്ളവരെ ഉത്സാഹഭരിതരാക്കുവാനുള്ള നിങ്ങളുടെ കഴിവിന്ന് ഉപയോഗപ്പെടുത്തുക. അത് ലക്ഷ്യപ്രാപ്തി എളുപ്പമാക്കും. Aquarius, finance. ദീർഘകാലമായി ഉണ്ടായിരുന്ന കിട്ടാക്കടങ്ങൾ ഇന്ന് കിട്ടും. ഇത് നിങ്ങൾക്ക് ഒരു നല്ല വാർത്തയാണ്. കാരണം ഈ പണം നിങ്ങൾക്ക് മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുവാനാകും. എന്നാൽ നിങ്ങളാണ് കടം കൊടുക്കുവാനുള്ളതെങ്കിൽ നിങ്ങൾക്കിന്ന് അത് തിരിച്ചടയ്ക്കേണ്ടി വന്നേക്കുമെന്നും ഓർക്കുക. Aquarius, health. ഇന്ന് മാനസിക പിരിമുറുക്കം ഏറ്റവും കുറഞ്ഞ നിലയിലായിരിക്കും. അത് അത്ഭുതപ്പെടുത്തുമെങ്കിലും സ്വാഗതാർഹമായിരിക്കും. ആനന്ദിക്കുക. ഇങ്ങനെയുള്ള ദിനങ്ങൾ കുറഞ്ഞ മാനസിക പിരിമുറുക്കും സന്തോഷകരമായ മൂടുമുള്ളവ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇന്ന് നിങ്ങൾക്ക് ഒന്ന് പുറത്തു പോകുവാനും ആസ്വദിക്കുവാനും പുതുതായി ലഭിച്ച ഈ ആനന്ദങ്ങൾ വേണ്ടുവോളം ആസ്വദിക്കുവാനും അവസരമുണ്ടാകും. Pisces, overview. കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായുള്ള യാത്ര ചെയ്യേണ്ടി വരും. വിദേശയാത്ര ചെയ്യേണ്ടി വരുമെന്നതിനാൽ പാസ്പോർട്ട് ഇല്ലാത്തവർ അതിന് അപേക്ഷിക്കണം. വിമാനത്താവളത്തിലേക്ക് പോകാറായി സുഖകരമായ ഓർമ്മകൾ സമ്മാനിക്കുന്ന യാത്ര നിങ്ങൾക്ക് ഏറെ സന്തോഷം തരും. Pisces, romance. ഇന്ന് നിങ്ങളുടെ ഇമെയിലിൽ അല്ലെങ്കിൽ ഫോണിൽ നിങ്ങൾക്ക് ആശ്ചര്യം തുളുമ്പുന്ന ഒരു സന്ദേശം ലഭിക്കും. ഒരു പുതിയ സുഹൃത്ത് അവരുടെ കെട്ടിക്കിടക്കുന്ന അനുരാഗം നിങ്ങളെ അറിയിക്കും. പിന്നോട്ടടിക്കണ്ട. ഈ വാർത്ത ക്ഷമയോടെയും തുറന്ന മനസ്സോടെയും എടുക്കുക. ഈ ബന്ധം വരുവാനുള്ള സാധ്യത വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളെ എങ്ങോട്ടെടുക്കുന്നുവെന്ന് ഒന്ന് നോക്കിയാൽ എന്താണ്. Pisces, career. മാർക്കറ്റിംഗ് മേഖലയിലുള്ളവർക്ക് സെമിനാറുകളിൽ പങ്കെടുക്കുക വഴി പുതിയ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെടുവാൻ പറ്റിയ ദിനമാണിന്ന്. ഈ അവസരം നിങ്ങൾക്ക് നിങ്ങളുടെ എതിരാളികളുടെ മേൽ ഒരു മേൽക്കോയ്മ ഉണ്ടാക്കും. കൂടാതെ ഔദ്യോഗിക ജീവിതത്തിൽ കൂടുതൽ വിജയവും. ലക്ഷ്യപ്രാപ്തിക്കായി നിങ്ങൾ നിങ്ങളുടെ മാനേജ്മെന്റ് കഴിവുകളോടൊപ്പം ബുദ്ധിയും ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. എന്നിരുന്നാലും കൈവരിക്കാവുന്ന ലക്ഷ്യങ്ങൾ വയ്ക്കുകയെന്നതും അത് കൈവരിക്കുവാനായി കഠിന പ്രവർത്തനം നടത്തുക എന്നതും പ്രാധാന്യമർഹിക്കുന്നതാണ്. നിങ്ങളുടെ ഈ പ്രവർത്തികൾക്ക് പ്രതിഫലം ദൂരെയല്ലാതെ ഉണ്ടാകും. Pisces, finance. സാമ്പത്തിക കാര്യങ്ങളിൽ ഇന്ന് നിങ്ങൾ ഒരു വിദഗ്ധന്റെ സഹായം തേടണം. ചില നിക്ഷേപങ്ങളെക്കുറിച്ച് കുറച്ചു കാലമായി നിങ്ങൾ ആലോചിക്കുന്നു. അതിനായി ഒരു വിദഗ്ധന്റെ സഹായം തേടുന്നതിന് സമയമായിരിക്കുന്നു. അവരുടെ ബുദ്ധിപൂർവമായ ഉപദേശത്തിന് ചെവി കൊടുക്കുക. അതിനനുസരിച്ച് പ്രവർത്തിക്കുക. Pisces, health. ചെറിയ ദീനങ്ങൾ ഇന്ന് നിങ്ങളെ ശല്യപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുക. നിങ്ങളിൽ ചിലർക്ക് ജോലി സംബന്ധിയായ മാനസിക പിരിമുറുക്കം ഉണ്ടായേക്കാം. വീട്ടിലെ അന്തരീക്ഷം മോശമാക്കുന്നതിനായി ജോലിസ്ഥലത്തെ പിരിമുറുക്കങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരരുത്. നമ്മുടെ അവസാനിക്കാത്ത ആഗ്രഹങ്ങളും വിപരീതമായ വൈകാരിക വികാരങ്ങളും ഉയർന്ന പ്രതീക്ഷകളും പ്രധാന കണ്ണികളെന്ന് ഓർമ്മ വേണം. നിങ്ങളിൽ ചിലർക്ക് വീണ്ടും ഉന്മേഷവാനാകുവാനായി വിശ്രമം ആവശ്യമാണ്.